ഇടിഞ്ഞില്ലേ? അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞോ? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ വരെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ ഈ തെരച്ചിൽ എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവരുത്തരം പറഞ്ഞാൽ മതിയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരി ഇട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. അതെങ്ങനെയാ? ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. ഞാൻ പറയും, ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശരിയല്ലോ. അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി കെട്ടിടം പണി, ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിൻ്റെ പണിയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് പണിതീരാത്ത വീടുകളാണോ? ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ? എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ. കെട്ടിടം പണി പൊളിക്കുക, പണിയുക, പൊളിക്കുക, ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത്. അതേസമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരാസെറ്റമോൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കുകയല്ലേ? എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ? സൂചിയും നൂലും പുറത്തുനിന്ന് മേടിക്കണ്ടേ? കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ്, പുറത്തുനിന്ന് മേടിക്കണ്ടേ? മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ? നമ്മളിപ്പോൾ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ട്രോമ കെയറിൻ്റെ ഭിത്തി ഒന്ന് കാണാൻ പോകാം. നിങ്ങളും കൂടെ വരണം. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ജനപ്രതിനിധികളല്ലേ, ജനങ്ങളുടെ ബാധ്യതയില്ലേ? അതുകൊണ്ട് ആ ട്രോമ കെയറിൻ്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. വെന്റിലേറ്ററിൽ നടക്കുന്ന പ്പോൾ ട്രോമ കെയറിൻ്റെ ഭിത്തി പൊട്ടിയൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണുക. എന്നിട്ട് പറയൂ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇവർ നീതിപൂർവ്വമാണ് ചെയ്യുന്നത്. ഞാൻ നിയമസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജുമായിട്ട് സംസാരിച്ചാണ്, ഞങ്ങളെല്ലാവരും സംസാരിച്ചാണ്. കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഉടനെ മാണി സി കാപ്പൻ കെട്ടിടം തകർന്നു വീണതിലെ സർക്കാർ അനാസ്ഥയിൽ രാഷ്ട്രീയ ആരോപണം കൂടി കോൺഗ്രസ് മുറുക്കുമ്പോൾ അതോടൊപ്പം തന്നെ വസ്തുത മറച്ചുവെച്ചു എന്ന് മന്ത്രിമാരുടെ പ്രതികരണമടക്കം ഉയർത്തിക്കൊണ്ടാണ് തിരുവഞ്ചൂരിന്റെ രാഷ്ട്രീയ ആരോപണം. അവിടെ സമീപത്ത് കെട്ടിടത്തിൽ ആളുകൾ ഉണ്ടാവും എന്നറിഞ്ഞിട്ട് പോലും അവിടെ ആരും ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന മന്ത്രിമാരുടെ വാക്കുകൾ കൂടി രാഷ്ട്രീയായുധമാക്കാൻ തന്നെയാണ് കോൺഗ്രസിന്റെ UDFന്റെ തീരുമാനം. അത് സൂചിപ്പിക്കുന്ന വാക്കുകൾ തന്നെയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണത്തിൽ നമുക്ക് കാണാനാകുന്നത്.